മനസ്സിലുള്ള വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് അള്ളാഹു ഓരോരുത്തരെയും വഴി നടത്തുക എന്നാണ്. സഹോദരങ്ങളെ, ഒരാൾ അവിശ്വാസത്തിലൂടെ മുസ്ലിം നാമധാരിയായി പോകുന്നു, നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരാൾ പച്ചയായ ശിർക്കിലൂടെ, അനാചാരങ്ങളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ പോകുന്നു, നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരാൾ പ്രതികാരങ്ങളിലൂടെ, ധാർഷ്ട്യത്തിലൂടെ, വൃത്തികെട്ട പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം നാമധാരിയായി ഞെളിഞ്ഞ് ജീവിക്കുന്നു, നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടാണ്? എന്താണോ അയാളുടെ മനോഭാവം അതനുസരിച്ചുകൊണ്ട് അള്ളാഹു അയാളെ നടത്തുന്നു എന്നാണ്. തജ്രീ മിൻ തഹ്തിഹിം അൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങൾ അവർക്കുണ്ടെന്നാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതിയുടെ തോട്ടത്തിലാണ് അവരുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് നാഥ, ന്യൂനതകളില്ലാത്ത ഉന്നതനായ അത്യുന്നതനായ എൻ്റെ റബ്ബാണ്. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരുടെ പ്രാർത്ഥനയുടെ അവസാനം നോക്കൂ നിങ്ങൾ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഈ സ്വർഗീയ സുഖാനുഭൂതികൾ ഒരുക്കി തന്ന, സ്വർഗീയ ആനന്ദം ഒരുക്കി തന്ന, കൺകുളിർമയുടെ ലോകത്തെ വലിയ സമ്മാനമായി നൽകിയ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ് വിശ്വാസികൾ സ്വർഗം ലഭിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവർ പ്രാർത്ഥിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, എത്ര മാധുര്യമുള്ള, എത്ര മനോഹരമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇതിൻ്റെ മധുരമറിയാൻ, ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ ദുന്യാവിൽ നിന്ന് കഴിയൂല, അതുറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ ദുന്യാവിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ പരലോക ജീവിതം ആരംഭിക്കുന്നത് മുതൽ ഇതനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം തന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന നീതിയുടെ ഏറ്റവും വലിയ മുഖമാണിത്, ഏറ്റവും വലിയ മുഖമാണിത്. ഇവിടെ അധർമ്മകാരികളായി, അനീതിയുടെ വക്താക്കളായി, തോന്യവാസികളായി, വൃത്തികെട്ടവരായി, ആഭാസന്മാരായി ജീവിച്ചവർ മരണാനന്തര ലോകത്തും സുഖിക്കുകയാണെങ്കിൽ എന്ത് നീതിയാണുള്ളത്, എന്ത് ധർമ്മമാണുള്ളത്, എന്ത് വിജയമാണുള്ളത്, എന്ത് ആസ്വാദനമാണുള്ളത്? ഇവിടെയെല്ലാം സഹിച്ച്, എല്ലാം ത്യജിച്ച്, ക്ഷമിച്ച് ജീവിച്ചവർ, സഹോദരങ്ങളെ, അവരുടെ ജീവിതം വെറുതെയാണെങ്കിൽ മരണാനന്തര ലോകത്ത് എന്താണ് അവർക്ക് സുഖിക്കാനുള്ളത്? മറിച്ച് അല്ലാഹു തന്ന വാഗ്ദാനമുണ്ട്, അല്ലാഹു തന്ന മുന്നറിയിപ്പുണ്ട്. ഇത് രണ്ടും അല്ലാഹു പൂർത്തിയാക്കും. അല്ലാഹുവിൻ്റെ വാഗ്ദാനവും അവൻ്റെ മുന്നറിയിപ്പും അവൻ ലംഘിക്കുകയില്ല എന്നത് ഉറപ്പാണ്. ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? കുറെ കയ്യടിയുടെയും ആർപ്പ് വിളിയുടെയും ആരവം കേട്ട്, അതിൻ്റെ ശബ്ദം കേട്ട്, അതിൻ്റെ നടുവിലിങ്ങനെ സുഖിച്ച് തുള്ളിച്ചാടിക്കഴിഞ്ഞാൽ അതാണ് വിജയം എന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. രണ്ടു വരി പാടാൻ സാധിച്ചാൽ, ആ പാട്ടിന് താളം പിടിക്കാനും തുള്ളാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ മതിമറക്കുകയാണ്, എല്ലാം മറന്ന് ആനന്ദിക്കുകയാണ്. മുസ്ലിം നാമധാരിയായി സർവ വൃത്തികേടുകളെയും സർവ മ്ലേച്ഛതകളെയും അലങ്കാരമായി സ്വീകരിച്ച് തുള്ളിച്ചാടി നടക്കുന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ട വലിയ ബ്ലോഗർമാരുള്ള കാലമാണ്. അവർക്ക് കയ്യടി കിട്ടിയാൽ മതി, അവർക്കതിൻ്റെ ബഹളം കേട്ടാൽ മതി, അവർക്കതാണ് മനസ്സിൻ്റെ വികാരത്തെ ഇളക്കി വിടാനുള്ള ഭക്ഷണം, അതാണ് അവർക്കതിനുള്ള വെള്ളം, അതാണ്. കുറച്ചാളുകൾ കൂടി അവർ വിചാരിക്കുന്നു അതാണ് അവർക്കുള്ള മഹ്ശറ മൈതാനി എന്ന്, അങ്ങനെ വിചാരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വലിയ അപകടം പിടിച്ച ഗൗരവകരമായ നിലപാടുകളും സമീപനങ്ങളുമാണത് എന്ന് വളരെ പേടിയോടെ നമ്മൾ മനസ്സിലാക്കണം. എത്ര ചെറുപ്പക്കാരെയാണ് നിസ്കാരത്തിൽ നിന്ന്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന്, അതുപോലെ തന്നെ സാരോപദേശങ്ങൾ കിട്ടുന്ന ഒരുപാട് സദസ്സുകളിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് എത്ര ചെറുപ്പക്കാരെയാണ്, എത്ര യുവതികളെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആസ്വാദകർ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്? അതിൻ്റെ എല്ലാം പാപഭാരം വഹിക്കേണ്ടത് ആരാണ്? ഈ രൂപത്തിൽ ആനന്ദിക്കുകയും
ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മയ്യഷ്തരി, വില കൊടുത്തു വാങ്ങുന്നവർ. വില പറഞ്ഞു വാങ്ങുകയാണ്, ലക്ഷങ്ങൾ വില പറയുകയാണ്, കോടികൾ വില പറയുകയാണ്. അവരെ സമയത്തിന് വിലയാണ്, അവരുണ്ടാക്കിയ വരികൾക്ക് വിലയാണ്, ആ വരികൾക്ക് അവർ ഇടുന്ന നിഷിദ്ധമാക്കപ്പെട്ട മ്യൂസിക്കിന് വിലയാണ്, അവർ അതിനു വേണ്ടി ഒരുക്കി വെക്കുന്ന സംവിധാനങ്ങൾക്ക് വിലയാണ്. വില കൊടുത്തു വാങ്ങുന്നു വിനോദ വർത്തമാനങ്ങളെ, ജനങ്ങളെ വഴിതെറ്റിക്കാൻ, കൂടുതൽ വൃത്തികേടുകളിലേക്ക്, മ്ലേച്ഛതകളിലേക്ക് ജനങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. നമ്മൾ ആരെങ്കിലും ഓതിക്കൊടുക്കുന്ന അറബി വാക്കുകളാണെങ്കിൽ അതിനെ പുച്ഛ മനോഭാവത്തോടെ, വെറുപ്പോടെ സ്വീകരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ കലാമിനോട് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ സഹോദരങ്ങളെ യഥാർത്ഥ മുസ്ലിമിനാവുകയില്ല. അതുകൊണ്ട് കേവല മുസ്ലിം നാമധാരികളായി ജീവിക്കുക എന്നതിലപ്പുറം ഒരു മുസ്ലിമിനെ കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കിയ സമർപ്പണ ബോധമുള്ള മുസ്ലിമായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത്. നമുക്ക് നാട്ടിലുള്ളവരുടെ കയ്യടി, ലോകത്തുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആർപ്പുവിളിയല്ല വേണ്ടത്. മറിച്ചെന്താണ്? കോടാനുകോടി മനുഷ്യർ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ലോകത്ത് ആ റബ്ബിന്റെ സ്വീകാര്യത, ആ റബ്ബിന്റെ തൃപ്തി കരഗതമാക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് എവിടെയും നമുക്കുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു നന്മ, ആ നന്മ ചെയ്യുന്ന നേരത്ത് ഒരല്പം പോലും മനസ്സ് തെറ്റാൻ പാടില്ല, ഒരു സെക്കൻഡ് തെറ്റരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, അന അഗ്ന ശുറകായി അനി ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളെ തൊട്ട് ഞാൻ ധന്യനാണ്. അല്ലാഹ്ക്ക് യാതൊരു കുറവും വരാല്ല. നമ്മൾ കുറേ പങ്കാളികളെ സ്വീകരിച്ച്, എൻ്റെ കൂട്ടുകാർ കാണട്ടെ, എൻ്റെ നാട്ടുകാർ കാണട്ടെ, എൻ്റെ കൂട്ടുകുടുംബങ്ങൾ കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഞാൻ നല്ല ധനികനാണ്, ധർമ്മിഷ്ഠനാണ്, ആരാധനകളിൽ മുഴുകുന്നവനാണ്, നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ്, എല്ലാവരും അറിയട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും വാഴ്ത്തട്ടെ, പ്രകീർത്തിക്കട്ടെ. ആ നിലക്ക് ഒരുപാട് പങ്കുകാരെ നമ്മുടെ ചെറുതും വലുതുമായ കർമ്മങ്ങളിലേക്ക് നമ്മൾ സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാനല്ലാത്ത ഒരാളെ പങ്കു ചേർത്താൽ തറക്തുഹു, അവനെയും ഞാൻ ഒഴിവാക്കി, വശിർക്കഹു, അവൻ ചെയ്ത ആ പങ്കാളിത്തത്തെയും ഒഴിവാക്കി എന്നാണ്. സഹോദരങ്ങളെ, നമ്മെയും അല്ലാഹ്ക്ക് വേണ്ട, നാം ചെയ്ത ആ കർമ്മത്തെയും അല്ലാഹ്ക്ക് വേണ്ട. പിന്നെന്തിനാ നമ്മുടെ ജീവിതം? എന്തിനാ നമ്മുടെ സമയം? എന്തിനാ നമ്മൾ ചെയ്തത്? ആരെ കയ്യടിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യുറായി, ആരെങ്കിലും ഒരാൾ കാണട്ടെ എന്ന നിലക്ക് കപട സ്വഭാവത്തോടുകൂടി, കപട മനസ്സോടുകൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ യുറാഇല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു കൊടുക്കും എന്നാണ്. അല്ലാഹ് അത് എല്ലാവർക്കിടയിലും പരസ്യമാക്കും എന്നാണ്. നമ്മുടെ മനസ്സങ്ങനായതുകൊണ്ട് അതിന്റെ വിധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലേക്ക് മാറ്റിയെന്നാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ മഅ അബ്ദുല്ലാഹി ഇബ്നു അംർ വ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഈ രണ്ട് സ്വഹാബികളുടെ കൂടെ കഴിഞ്ഞുകൂടിയ ഒരു സാഹചര്യം സ്വഹാബത്ത് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈത്വാൻ മനുഷ്യനെ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ്, അഥവാ ഒരു മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലായിടത്തും ശൈത്വാൻ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായ ഉപദ്രവം, മാനസികമായ ഉപദ്രവം ശൈത്വാൻ ഉണ്ടാക്കും. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട്
മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. ആ ഹദീസ് കേട്ടപ്പോ അദ്ദേഹം കരഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സമ്മഅ അന്നാസ് ബിഅമലിഹി, ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യം കൊണ്ട് ആരെങ്കിലും ജനങ്ങൾ അത് കാണട്ടെ, കേൾക്കട്ടെ. ഞാൻ ഈ ചെയ്ത കാര്യം ഓരോരുത്തരുടെ നാവിലൂടെ, മറ്റുള്ളവരെ കാതുകളിലൂടെ എത്തട്ടെ, കാതുകളിലേക്ക് എത്തട്ടെ. അങ്ങനെ ഞാൻ കുറെ ചെയ്യുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് എന്നൊക്കെ മാലോകർ, ചുറ്റുമുള്ളവർ അറിയട്ടെ. ആ മനസ്സോടുകൂടി ആരെങ്കിലും ഒരു അമല് ചെയ്താൽ സമ്മഅല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അത് കേൾപ്പിക്കും എന്നാണ്. അല്ല കേൾപ്പിക്കുമെന്നാണ്. പിന്നെയോ വസഗറഹു വഹഖറഹു എന്നാണ്. അവനെ നിന്ദ്യനാക്കി, വളരെ നിസാരനാക്കി അല്ലാഹു മാറ്റും, വഷളാക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും സഹോദരങ്ങളെ അവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുകയില്ല എന്നാണ്. വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പലതും സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കുക. നമ്മൾ സന്തോഷം കൊണ്ട് വെക്കുകയായിരിക്കും, പക്ഷേ നീയത്ത് മാറിപ്പോകുമോ ഇല്ലേ എന്ന പേടി ഉണ്ടാകണം. അതിങ്ങനെ കണ്ടിട്ട് കുറെ ആളുകൾ എടാ ഉഷാറായി, സംഭവമാണല്ലോ, ഭയങ്കരാണല്ലോ, എങ്ങനെ സാധിച്ചടാ, ഈ നിലക്ക് 4 വർത്തമാനം പറയുമ്പോ നമ്മൾ വല്ലാതെ ശരീരമൊക്കെ ഇങ്ങനെ ഇളകി, രോമങ്ങനെ തുടിച്ച് നമുക്കെന്തോ തോന്നിയിട്ട് ഞാൻ തിരക്കടില്ലല്ലോ, എല്ലാവരും എന്നെ വല്ലാതെ പ്രശംസിച്ചല്ലോ, പ്രോത്സാഹിപ്പിച്ചല്ലോ. ആ നിലക്ക് പൈശാചികമായ ചിന്തയിലേക്ക് മാറ്റപ്പെട്ടാൽ സഹോദരങ്ങളെ വെറുതെയാണ്, അത് വേസ്റ്റാണ്, അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അള്ളാഹ് അതിനെ ഒഴിവാക്കും എന്നാണ്. നമുക്കൊരു നന്മ ചെയ്യാൻ കലണ്ടറിലെ ഒരു തീയതിയുടെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഏത് കാര്യത്തിനാകട്ടെ, ഒരു കിണർ കുത്തി കൊടുക്കാൻ, ഒരു വിത്ത് പാകാൻ, ഒരു ചെറിയ തൈ നടാൻ, വഴിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് പ്രത്യേകമായൊരു തീയതിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഒരു വിശ്വാസി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. എന്താ പറഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധി മാത്രം പോരാ, ശരീരവും പരിസരവും ഒക്കെ വൃത്തിയാകണം, ഒക്കെ വൃത്തിയാകണം. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് നല്ല മനസ്സുണ്ട്, വൃത്തിഹീനമായ ശരീരത്തോടുകൂടി നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. എന്റെ കാരണം നജസുണ്ട്, അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ വൃത്തി എന്നത്, ശുചിത്വം എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എത്രത്തോളം വയുമീതുൽ അദാ അനിത്തൊരീഖി സദഖ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ, മ്ലേച്ഛതകൾ നീക്കം ചെയ്യൽ സദഖയുടെ കൂലി കിട്ടാൻ കാരണമാണ്, ധർമ്മം ചെയ്ത കൂലി കിട്ടാൻ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ, ഒരു മുസ്ലിമുമില്ല, നാമമാത്രമായ മുസ്ലിമല്ല, പേപ്പറിൽ മാത്രം, വാർത്തയിൽ മാത്രം, സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങുന്ന മുസ്ലിമല്ല, സമർപ്പണ ബോധമുള്ള മുസ്ലിം, വിനയാന്വിതനായ മുസ്ലിം, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റിയിട്ടില്ലാത്ത മുസ്ലിം. ആ മുസ്ലിം ഒരു ചെടി നട്ടാൽ, ഔ യസ്റഉ സർഅൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷി അവൻ ചെയ്താൽ, ഫയഅകുലു മിൻഹു ത്വയ്ർ ഔ ഇൻസാൻ ഔ ബഹീമ, ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു മൃഗമോ അതിൽ നിന്ന് ഭക്ഷിച്ചു, അല്ലെങ്കിൽ അതിന്റെ തണൽ സുഖിച്ചു, ഇല്ലാ കാന ലഹു ബിഹി സദഖ, അല്ലാഹ് അവന് സദഖയുടെ കൂലി കൊടുക്കാതിരിക്കൂല എന്നാണ്. ഇത്രത്തോളം പഠിപ്പിക്കപ്പെട്ട ആളാണ് ഒരു മുസ്ലിം. ഇത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള പരിസര ബോധമാണ്, സാമൂഹ്യ ബോധമാണ്. പക്ഷെ എന്ത് വേണം? വിശ്വാസം എന്നത് പ്രധാനമാണ്. അടിത്തറക്ക് കേടുവരുത്തിയിട്ട് എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അവിടെ സമാധാനം കിട്ടണം, അവിടെ തൃപ്തിയടയാൻ കഴിയണം, അവിടെ സ്വർഗത്തിലേക്ക് ഒരു ഇടം ലഭിക്കണം. ഈ ബോധമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ശ്രദ്ധിക്കാൻ വിശ്വാസികളായ ഓരോരുത്തരും പരിശ്രമിക്കും എന്നത് ഉറപ്പാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.